ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മൾ പോലും അറിയാതെ അത് നമ്മളെ തേടി വരും. പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. പറഞ്ഞു വന്നത് എൻ്റെ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങളെക്കുറിച്ച് തന്നെ. ചെറുപ്പം മുതലേ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു കുഞ്ഞുങ്ങൾ. കണ്ണിൽ കാണുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓടിച്ചെന്നെടുക്കും, ഓമനിക്കും. ഇത്തത്തമാരുടെ മക്കളെയൊക്കെ ആവോളം കൊണ്ടു നടന്ന് കൊഞ്ചിച്ചു. താച്ചിയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി എനിക്ക് എൻ്റെ അമ്നൂനെയും അമ്മാനെയും കിട്ടി. പിന്നെ അവരായിരുന്നു എൻ്റെ ലോകം. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, 3 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടി. അവരെ ഞാൻ നന്നായി ആസ്വദിച്ച് തന്നെ വളർത്തി. കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ കൈകളിലൂടെ വളർന്നു വലുതായി പോകുന്നത് അല്ലേ? ഇതിനിടയിൽ ഞാൻ പോലും അറിയാതെ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറായി ജോലി കിട്ടി. ഒരിക്കലും അതെൻ്റെ പ്രൊഫഷനായിരുന്നില്ല. ഞാൻ അതിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. പിന്നെ അതായി എൻ്റെ ജീവിതം, അവരായി എൻ്റെ ലോകം. ശരീരത്തിനും മനസ്സിനുമൊക്കെ അനുഭവപ്പെടാറുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ മുന്നിൽ ഞാൻ തീർത്തും മറന്നു. ഇന്ന് അവരില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ മക്കൾ വളർന്നു വലുതായെങ്കിലും ഈ കുഞ്ഞുങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ പൂക്കളെ പോലെ എൻ്റെ കൈകളിലേക്ക് എത്തുന്നു. 1 വർഷം, ചിലപ്പോൾ 2 വർഷം എൻ്റെ കൈകളിൽ തന്നെ എല്ലാ സ്നേഹവും സന്തോഷങ്ങളും പകർന്നവർ പടിയിറങ്ങി പോകുന്നു. അടുത്ത വർഷം പിന്നെയും പുതിയ കുഞ്ഞുങ്ങൾ. അവർ പകർന്നു നൽകുന്ന കളങ്കമേതുമില്ലാത്ത സ്നേഹം, അതായി എൻ്റെ ലോകം. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുകയും എല്ലാ സന്തോഷങ്ങളും പകർന്നു നൽകിക്കൊണ്ട് മെല്ലെ മെല്ലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. അതിനോട് നമ്മൾ പുലർത്തുന്ന ആത്മാർത്ഥതയുടെ ആഴം പോലെയാണ് അത് നമ്മളിൽ പിന്നീട് അങ്ങോട്ട് നിലനിൽക്കുക.